Hey, hello, welcome back to my channel. ഇന്ന് നമ്മളൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉച്ചയൂണിന്റെ ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എലാബറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. ഇന്ന് ഒരുപാട് കറികളുള്ള ദിവസമൊന്നുമല്ല, പക്ഷെ ഇന്ന് അങ്ങനെ എടുക്കാൻ തോന്നി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ കറികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, പൂളാനും പിന്നെ എന്താണ് ഇത്, പള്ളത്തി കാണുന്നുണ്ടോ? നോക്കി, നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കണേ. ഇവിടെ ആൻസി ഉണ്ട് എന്റെ ഒപ്പം. ആൻസി വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ പള്ളത്തിയും ഉണ്ട്, കുറച്ച് പൂളാനും ഉണ്ട്. അപ്പം പൂളാൻ നമുക്ക് വറുക്കാമെന്നാണ് വിചാരിക്കണത്. അല്ല, പള്ളത്തി ആക്ച്വലി കംപ്ലീറ്റ് വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പൂളാൻ കുറച്ച് വറുക്കുകയും വേണം, ബാക്കി കുറച്ച് തിളപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അപ്പം എന്താ പറയാ, എനിക്ക് കുറച്ച് കോൾഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മമ്മി നേരത്തെ ഇഞ്ചിയും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പൊ ഇപ്പൊ നമ്മൾ ചതക്കാണ്. അപ്പം വിചാരിച്ചു ഈ പൂളാന്ന് പറഞ്ഞ് തിളപ്പിക്കാന്ന്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഇഞ്ചിയൊക്കെ ചതക്കാണ്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടാൻ. ഭയങ്കരമായിട്ട് ചതച്ചിങ്ങനെ ടേസ്റ്റ് കൂടി നോക്കണ്ട, ചെറുതായിട്ട്. ഈ സൗണ്ട് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ചതച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് ചട്ടിയിലകത്തേക്ക് ഇടാം. നമ്മളിപ്പോ ഓൾറെഡി സവാളയൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോൾഡ് ആയതുകൊണ്ട് മമ്മി അതൊക്കെ ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വരെ ഒരുപാട് ഞാൻ എനിക്ക് അരിഞ്ഞതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷെ മമ്മി എല്ലാം ചെയ്ത് വെച്ച്, അത് കോൾഡ് ആയതുകൊണ്ടാട്ടോ. എനിക്ക് ഞാൻ ഒരു 3 തക്കാളിയും കൂടി ഇടുന്നുണ്ട്. ഈ സവാളയുടെ മണം അടിക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് തുമ്മല് വരും. ഇന്നലെ എന്തിന്റെയോ ഒരു മണം അടിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ഇത് വന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി തക്കാളി. ഇത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ തിളപ്പിക്കുന്ന ആ ഒരു സ്റ്റൈലല്ല. പ്രോപ്പർ തിളപ്പിക്കുമ്പോൾ ശരിക്കും പുളിയൊന്നും ഇടൂല. പക്ഷെ ഇതും തിളപ്പിച്ചത് അങ്ങനെ പറയാം. ഇത് പുതിയൊരു റെസിപ്പി, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഇത് നമ്മൾ ആരും ചെയ്ത് കണ്ടിട്ടുള്ള റെസിപ്പി ഒന്നും അല്ല. നമുക്ക് പെട്ടെന്ന് മീൻകറി വെക്കണം, ബാച്ചിലേഴ്സിനൊക്കെ നമ്മൾ പെട്ടെന്ന് ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. നമ്മുടെ ചാനലിൽ അതിന്റെ ഷോർട്സ് എടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഷോർട്സിനേക്കാളും കൂടുതൽ വ്യൂ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഷോർട്സിന് വൈറലായി ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ കുഞ്ഞു ചാനലല്ലേ. അപ്പൊ ഇങ്ങനെ വൈറലായി അറിയാം. ഓക്കെ, എനിവേസ് ആൻസിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മീൻകറി വെക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഇതാണോ ഇങ്ങനെയാണോ മീൻകറി വെക്കുന്നത്, ഇങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ. കാരണം ഇവർക്കൊക്കെ ഇത് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് പുളിയൊക്കെ ഇറങ്ങും. അങ്ങനത്തെ ഒരു മീൻകറി ആട്ടോ ഇത്. അപ്പൊ 3 തക്കാളിയാണ് ഇതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇടുന്നുള്ളൂ. ഒരുപാട് അങ്ങനെ ഒത്തിരി ഫ്ലേവർ ഇറങ്ങുന്ന പോലത്തെ അങ്ങനെയല്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. എന്നാലും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടത്തൊന്നുമില്ല ഈ പറയുന്ന പോലെ. എന്താ പറയാ, കൂടുതലും ഈ പുളിയും പിന്നെ നമ്മുടെ എന്താ പറയാ മീനിന്റെയും ഒക്കെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ ടീസ്പൂൺ കേട്ടോ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ കുറച്ചധികം ആഡ് ചെയ്യും, കാരണം ഇവിടെ കാശ്മീരിയാണ് ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെ ഭയങ്കര റെഡ് ആയിട്ടിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല മുളക് പൊടി, സോറി മീൻ കറി. എന്നാലും ഞാൻ ഇച്ചിരി ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. മുളക് പൊടി എനിക്ക് ഞാനൊരു 4 ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ ഓട്ടുപുളി എന്നൊക്കെ പറയില്ലേ, ആ പുളിയാണ്. നമ്മൾ മീൻ കറിയിൽ ഇടുന്ന പുളി, അതും കൂടി ഇടുന്നുണ്ട്. അതും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഇടുന്നുണ്ട്. ഇത്തിരി പുളി ഉള്ളത് നല്ലതല്ലേ കറിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറയാ പുളി അധികം ഇടുന്നുണ്ട്. എന്നിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതിനകത്ത് കുറെ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, പുളി ഇട്ടാ പുളി കൂടില്ലെന്ന്. ഇല്ല കേട്ടോ, പുളി കൂടില്ല. ഞാനിത് ഒരു തവണ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുറച്ച് എന്താ പറയാ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഇതെനിക്കറിയില്ല, ഞാൻ ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരുമ്മിയാണ് നമ്മളിത് വെക്കുന്നത്.
കുറച്ച് വെളിച്ചെണ്ണ. വേറെ വെളിച്ചെണ്ണ നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് കറി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇടാം. ഇത് നന്നായിട്ട് തിരുമണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇത് നന്നായിട്ട് തിരുമിയെടുക്കണം. അപ്പൊ തന്നെ എന്താ പറയാ ഈ കറിയുടെ ഒരു സ്മെല്ല് വരും. ഇങ്ങനെ തിരുമി വെക്കുന്ന കറികൾക്കൊക്കെ ഭയങ്കര മണവും ഭയങ്കര രുചിയും ഒക്കെയാണ്. ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ തിരുമണം. എനിക്കിത് തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ മുളക് പൊടിയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ തിരുമ. ഉണ്ടോ ഓക്കെ, നന്നായിട്ട് തിരുമി ഇതിന്റെ ആ ഒരു തക്കാളി ഒക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. തക്കാളിക്ക് ഉടഞ്ഞു തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടയണം. അപ്പൊ അങ്ങനെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മളുടെ ഈ മീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ മീൻ പെട്ടെന്ന് വെന്തുപോണൊരു മീനാണ് ഇന്നിപ്പോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മള് കറിയിൽ വെക്കുമ്പോ തന്നെ ഇടുന്നില്ല. ലാസ്റ്റ് നന്നായി തിളച്ചു കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഇടുന്നുള്ളൂ, മീൻ ഇടുന്നുള്ളൂ. അല്ലാത്ത സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല വേവുള്ള മീനൊക്കെ ആണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഇടും. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാൻ. അപ്പൊ നമുക്കിത് മീൻ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നമ്മള് കത്തിച്ചു വെച്ചു. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ, എന്നാലും വെള്ളമുണ്ട്. സൈഡിനൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അവിടെ ആവുമ്പോഴത്തേനും അത് തിളച്ചു വന്നിട്ട് നമുക്ക് മീനിടാം. അപ്പൊ മീൻ ദാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. മീൻ കറിയിലേക്കുള്ള മീനാണ് ഇരിക്കുന്നത്. അതിവിടെ ഇരിക്കട്ടെ. നമുക്ക് വറുക്കാനുള്ളത് പെരട്ടേക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ. അത് കുറച്ചുള്ളൂ. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ മീൻകറി ചേർത്തോൾ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. മുളക് പൊടി നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കളറിന് വേണ്ടി ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അധികം ചേർക്കുന്നില്ല, കാരണം ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്ത് പൂളാനും ഉണ്ട്, പള്ളത്തിയും ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ പള്ളത്തിയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടം. പള്ളത്തി ഇത്ര ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാൻ പാടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണ് ഉപ്പിട്ടോ? ഉപ്പിട്ട്. അപ്പൊ ആൻറ്റി ചോദിക്കണം ഉപ്പിട്ടോ. ഉപ്പ് ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. മുളക് പൊടി കുറച്ചും കൂടി ഇടണേ. കളറ് തീരെ പോരാന്ന് തോന്നി. കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നാരങ്ങ നീര് വേണോ? കാരണം ഇത് പെട്ടെന്ന് വേവണമെന്നല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് നാരങ്ങ കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, ഒരു നാരങ്ങയുടെ പകുതി അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ പുളിയുള്ളത് എപ്പോഴും നല്ലതല്ലേ. ചിലപ്പോൾ ഉപ്പ് ഇച്ചിരി കൂടെ ആഡ് ചെയ്യേണ്ടി വരും, ഞാൻ നേരത്തെ ഇട്ടതിനേക്കാളും. എന്നാലും നാരങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ചധികം ഇരുന്ന് കഴിഞ്ഞിട്ട് വറക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ അതിങ്ങനെ മാറ്റി വെച്ചേക്കാം. ഓക്കെ ഗൈസ്, നമ്മളിത് വീട്ടില് കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന കൊടപ്പനാണ്. എന്താ, ഞങ്ങൾക്ക് കൊടപ്പ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് കൊടപ്പന് തന്നെയല്ലേ പറയുന്നേ ഈ സംഭവത്തിന്? വാഴക്കൂമ്പ് എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഇവിടെ കൊടപ്പൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതുവരെ ഉണ്ടാക്കാൻ പറ്റില്ല. വേറെ നമുക്ക് അതിനും ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉള്ളപ്പോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മൾ വിചാരിച്ചു എന്നാ കൊടപ്പൻ വെക്കാം. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ 1-2 ലെയർ കളയാണ്. നമ്മുടെ മീൻകറി ആണെങ്കിൽ അവിടെ തിളയ്ക്കുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് കുറുകണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണതാണ്. അത് കഴിഞ്ഞതൊക്കെ മീൻ ഇടാട്ടോ. അപ്പൊ ഇത് പൊളിച്ചൊക്കെ കഴിഞ്ഞ് അരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പോ എന്താ പറയാ, മീൻകറി ഒന്ന് കുറുകി വരും. അപ്പൊ നമുക്ക് മീനും ഇടാം. കാരണം പെട്ടെന്ന് വേവുന്ന മീനാണ് ഈ പൂള എന്ന് പറഞ്ഞാൽ, പൊടിഞ്ഞു പോവും. അപ്പൊ അങ്ങനത്തെ ഒരു മീനാണ്. എനിക്കെല്ലാവർക്കും അറിയായിരിക്കും. കുറച്ചും കൂടി കളയാട്ടോ, കാരണം ഇതിനകത്ത് മറ്റേ ആ തേനുള്ള സാധനം ഇല്ലേ, എന്തായാലും ഇവിടെ ഇതിന്റെ പൂവ് അത് ഉണ്ടാവും. കുറച്ചും കൂടെ കളയാം. 2 ലെയറും കൂടെ കളയാം അല്ലേ? 2 ലെയറും കൂടെ കളഞ്ഞൂടെ? ആൻസി അവിടെ നിൽക്കണ്ട്. ഞാൻ മര്യാദക്കാണോ ചെയ്യുന്നത്, കളയുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഈ നാത്തുമാരുള്ളത് ഭയങ്കര പ്രശ്നമല്ലേ നമുക്ക് വീട്ടില്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ ഗൈസ്, നമ്മുടെ നന്നായിട്ട് തിളച്ചേക്കുന്നുണ്ടോ നമ്മുടെ മീൻ കറി. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ
മീൻ ഓരോന്നായിട്ട് ഇടണേണ്. അധികം വേവില്ലാത്തതുകൊണ്ട് വേഗമാകും. നമുക്കപ്പം മീനിന്റെ പീസസ് ഓരോന്നായിട്ട് ഇടാം. നിങ്ങളെ കാണിച്ചു തരാട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് കഴിച്ചിട്ട് പറയട്ടെ അല്ലേ എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ കഴിഞ്ഞ് 1 മണി കഴിഞ്ഞെന്ന് തോന്നണല്ലേ ആൻസി? 1 മണി കഴിഞ്ഞ് ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും മിണ്ടാതെയൊക്കെ ഇരിക്കുകയാണ്. അത് മാത്രമല്ല വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഇന്ന് ലേറ്റ് ആയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത സംഭവങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുടപ്പൻ ഈ മൺചട്ടിയിലേക്ക് ഇടാൻ പോവാണ്. അരിഞ്ഞിട്ട് ഇടാം. എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നമ്മളെ വയറിനൊക്കെ ഭയങ്കര നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ഈ വാഴയിലുള്ള എല്ലാ സാധനങ്ങളും വയറിന് നല്ലതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പഴമാണെങ്കിലും പിന്നെ വാഴയുടെ ഉള്ളിലത്തെ വാഴപ്പിണ്ടി അതാണെങ്കിലും പിന്നെ കുടപ്പനാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലതാണ് ഹെൽത്തിന്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ലഞ്ചിന് എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. കറികളൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന കുറവല്ലേ. നമ്മൾ കടയിൽ നിന്ന് കൂടുതലും പച്ചക്കറികൾ വാങ്ങുകയല്ലേ ചെയ്യാം. അപ്പൊ ഇത് ആക്ച്വലി കുടപ്പന ആക്ച്വലി കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോട്ടെ. ഇവിടുത്തെ വാഴ കൊലച്ചിട്ടില്ല. കുറെ നാളായിട്ട് നമ്മൾ വാഴ നട്ട വാഴനെ കയറിയിലൊക്കെ നോക്കിയപ്പോ ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നില്ല വാഴ പിടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ വാഴ സെറ്റായില്ല വാഴ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മീൻകറി ആണെങ്കിൽ അവിടെ ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ ആവും, ഏകദേശം ആയി. അതിനാണെങ്കിൽ ആ മീനാണെങ്കിൽ ഒട്ടും വേവില്ല. എങ്ങാനും നമ്മളൊന്ന് ഓവറായിട്ട് കുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ല പിന്നെ അത് കഷ്ടപ്പെട്ട് വേണം കഴിക്കാൻ. കാരണം മീൻ കറി ചാറ് ഏതാ മീൻ ഏതാ ഒന്നും മനസ്സിലാവില്ല, നമ്മൾ കുഴഞ്ഞു പോകും. അപ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു മീനാണത്. അപ്പൊ അതങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീയൊന്നും കുറച്ച് വെച്ചിട്ടില്ല. കാരണം തീ കുറച്ച് വെച്ചാൽ ചിലപ്പോ അത് ഭയങ്കരമായിട്ട് വെന്ത് പോകും. തീ കൂട്ടി തന്നെ വെച്ചേക്കണം. ഇപ്പൊ തന്നെ നമ്മൾ എടുക്കും. എന്നിട്ടത് 2-3-4-5 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും അത് എടുക്കും. അങ്ങനെ നമ്മള് വാഴക്കൂമ്പ് നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിന്നൊരു ഇവിടെ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സാധനങ്ങളും കുറച്ച് പെരട്ടിയിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയാ അതിലേക്ക് ആ നമ്മൾ ഇടുന്ന മസാല എന്താണോ അത് നന്നായി പിടിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കാവും, നല്ല ടേസ്റ്റി ആയിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ തേങ്ങ ഇടുന്നുണ്ട്. നമ്മള് ചെമ്മീനും അങ്ങനെയൊന്നും ഇടുന്നില്ല. തേങ്ങ ഇടുന്നുണ്ട്. മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉള്ളതുകൊണ്ട് ചെമ്മീൻ ഇടുന്നില്ല. പകരം എന്താ പറയാ തേങ്ങ ഇടുന്നുണ്ട്. ഒരു റെസിപ്പിയിൽ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വാഴക്കൂമ്പിന്റെ. അപ്പൊ ആ റെസിപ്പിയിൽ നമ്മള് മറ്റേ ഇതായിരുന്നു ഇട്ടുന്നത്. എന്തായാലും ആൻസി ചെമ്മീനല്ലേ? ചെമ്മീനായിരുന്നു ഇട്ടുന്നത്. ഇപ്രാവശ്യം നമ്മള് ചെമ്മീൻ ഇടുന്നില്ല. ആൻസി മൈക്ക് വെക്കാത്തതുകൊണ്ടായിരിക്കും. ആൻസി പറയുന്നുണ്ട് അവിടെ, പക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ കോൾഡ് ആയതുകൊണ്ട് എനിക്ക് അത്ര ആക്റ്റീവായിട്ട് കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. എന്താ എനിക്ക് ഞാനിങ്ങനെ ആകെ ഇത് വേഗം തീർത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മോഡിലാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പൊ നമുക്കിത് വേഗം തന്നെ സെറ്റാക്കാം. ഇത് എന്നിട്ട് നമ്മൾ മഞ്ഞളും ഉപ്പുള്ള വെള്ളത്തില് കുറച്ച് സമയം ഒന്ന് ഇട്ട് വെക്കും. ഈ അരിഞ്ഞെടുത്തേക്കുന്ന കുടപ്പൻ അല്ലെങ്കിൽ ഈ വാഴക്കൂമ്പ് കുറച്ച് സമയം നമ്മളൊന്ന് ഇട്ട് വെക്കും. അതിനൊരു ചെറിയൊരു കറ പോലെ ഉണ്ട്. അപ്പൊ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പൊ അതങ്ങനെ ഇട്ട് പെട്ടെന്ന് തന്നെ അത് എടുക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ കറി പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മള് കുടപ്പൻ നന്നാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണുന്നുണ്ടോ? അപ്പൊ കുടപ്പൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കുറച്ചിന്റെ കറ പോകാൻ വേണ്ടി എന്തിനാണ് ഇടുന്നത് അറിഞ്ഞൂടാ. കറ പോകാൻ വേണ്ടി എന്നാണ് പറയുന്നത്. എല്ലാവരും ചെയ്ത് കണ്ടിട്ടുള്ളത് ഞങ്ങളും ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലിട്ടുന്ന ഞെരടി എടുക്കും. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10 to 15 minutes വെക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് അത്ര വെക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ വേഗം തിരിഞ്ഞിട്ട് ഇത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് എന്നിട്ട് നമ്മളതിങ്ങനെ ഊറ്റി എടുക്കുക ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും കറയുണ്ടെങ്കിൽ ഇത് പൊയ്ക്കോട്ടെ. അപ്പൊ അവിടെ നിന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റണം. കാണുമ്പോൾ വലിയ കുഴപ്പനാണ്, പക്ഷെ നന്നാക്കി വരുമ്പോ ഉണ്ടല്ലോ ഇച്ചിരി ഉണ്ടാവുള്ളൂ. ഇനി അത് വെന്ത് വരുമ്പോ ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. കറിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.
നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഏകദേശം ആയെന്ന് തോന്നുന്നു. അതിന് ഞാനത് ഓഫ് ചെയ്യണം കേട്ടോ. മീൻകറി ആയിട്ടുണ്ടാവും, കാരണം ഒട്ടും വേവില്ല. പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് അത് അതിനകത്ത് ഇരുന്നതിനെ കുറച്ചും കൂടി തിളക്കൂലോ. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയുള്ളി വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താ പറയാ, എനിക്ക് ഈ സമയത്ത് എഴുന്നേറ്റാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് ജസ്റ്റ് കയ്യിൽ കുത്തി അരിഞ്ഞ് ഇട്ടാൽ മതി. വെറുതെ ഒന്ന് ചെറുതായിട്ട് കുത്തി അരിഞ്ഞിടുന്നതാണ്. നേരത്തെ മീൻകറിയായിട്ട് ഞാൻ രക്ഷപ്പെട്ടായിരുന്നു, കാരണം പാവം മമ്മി എനിക്ക് അതൊക്കെ അരിഞ്ഞു വെച്ച്. ഇത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് മീൻകറിയൊക്കെ വെക്കാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഒരു കുഴപ്പനും കൂടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടാവുമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു സവാള അരിയുന്നതും കൂടി നിങ്ങളെ കാണിക്കാന്ന്. എന്താ പറയാ, എനിക്ക് അറിഞ്ഞൂടെ ഇത്ര ലെങ്ത്തുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവോ, ഇങ്ങനത്തെ കാര്യം കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും കാണാൻ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ നമുക്കിത് എന്താ പറയാ, ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഇടാം കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി. നമ്മളുടെ ഈ എന്താ പറയാ, നമ്മളിപ്പം ഞാനിങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, നമ്മളിപ്പോ എന്ത് കറിയാണ് ഉണ്ടാക്കുന്നെങ്കിലും അതിനകത്തുള്ള എല്ലാ കഷ്ണങ്ങൾക്കും സെയിം സൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിന്റെ തൊണ്ടിട്ട സ്ഥലത്തേക്ക് ഒന്ന് അരിഞ്ഞിട്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് നെക്സ്റ്റ് പീസും കൂടെ നന്നായിട്ട് കൊത്തിരിയാണ്. ഫിംഗർ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തിങ്ങനെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ പെട്ടെന്ന് ചെയ്യുന്നത് ഫിംഗർ ക്യാപ്പ് അവിടെ എവിടെയാണ് എടുത്തില്ല. ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ എന്താ പറയാ കട്ടിങ് ബോർഡിൽ വെച്ചല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഫിംഗർ ക്യാപ്പ് പിന്നെ തപ്പിട്ടിട്ട് വേണം. അപ്പൊ അങ്ങനെ 2 പച്ചമുളകും കൂടി ഇടുന്നുട്ടോ. അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടണേ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ആൻസി കഷ്ടപ്പെട്ട് എനിക്ക് ചിരണ്ടി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ അതും കൂടെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ എന്താ പറയാ കൊടപ്പൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ്, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചെടുക്കാം. എനിക്ക് ഒരുപാട് മഞ്ഞ കളർ ഇരിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ഇത്രയും മാത്രം ഇടുന്നുള്ളൂ. ഇതൊന്ന് തിരുമ്മിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിനു വേണ്ടി ചേർക്കുന്നില്ല. ഇങ്ങനെ തിരുമ്മൂലേ, തിരുമ്മുമ്പോൾ തന്നെ അതിനൊരു ഫ്ലേവർ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ തിരുമ്മുമ്പോൾ ആ ഒരു ഫ്ലേവർ വരും. കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അസിസ്റ്റന്റ് ഉണ്ട് നമുക്ക് വെളിച്ചെണ്ണ കുപ്പിയൊക്കെ ഓപ്പൺ ചെയ്ത് തരാനായിട്ട്. എന്നിട്ട് നമുക്കത് കുറച്ച് ഒഴിക്കാം. അതും കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിരുമ്മി നമുക്കിത് അടപ്പിലേക്ക് വെക്കാം. അപ്പൊ നമ്മള് മീൻകറി ഓഫ് ചെയ്തെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഇടണമായിരുന്നു. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇടുന്നുണ്ട്. അധികം വേണ്ട, കുറച്ച് തുള്ളി മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ കുഴപ്പൻ തിരുമ്മി വെച്ചേക്കുമല്ലേ, അതും കൂടെ ഒന്ന് കത്തിക്കാം. ഓക്കെ, അതും കൂടെ ഒന്ന് കത്തിച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് ആവട്ടെ. നമുക്ക് ഈ മീൻകറി ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മീൻ വറക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് മീൻ വറക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. മീൻ നമ്മളിവിടെ ഓൾറെഡി പെരട്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴാ കുറച്ച് മീനിന്റെ മുട്ട ഇല്ലേ, അത് മമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കറിയിലേക്ക് ഇട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഇടാം. ഇതിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വറക്കാനായിട്ട് ഇടുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കാറൊക്കെ ഉണ്ട്. ഇതിനൊരു കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പം ഇതെപ്പോഴും പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. എന്നിട്ട് ചട്ടി ചൂടായോ, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കാണേ. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓരോ മീനായിട്ട് ഇടാം. എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ മീനായിട്ട് ഇടാം കേട്ടോ. ഒരുപാട് മീനില്ല, ഇത്ര ആവട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ കുറച്ച് മീനും കൂടി ഇടുന്നുണ്ട്. 1-2 പള്ളത്തിയും കൂടെ ഇതിന്റെ കൂട്ടത്തിലിടാണ്. നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് പള്ളത്തിയും കൂടെ വെക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നൊന്നും ഇത് വറുത്ത് കഴിയില്ല. നമ്മളിത് നമ്മുടെ കുടപ്പനില്ല, അതൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, ഇച്ചിരി വെളിച്ചെണ്ണയല്ലേ ചേർത്തോളൂ. അപ്പൊ നമുക്ക് അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ചേക്കാം കേട്ടോ. അപ്പൊ മീൻ വറുത്തൊന്നും ആയിട്ടില്ല, എല്ലാം ഒരു സൈഡ് നടക്കുന്നുള്ളൂ. നമുക്കപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട മീനില്ലേ, ഫസ്റ്റ് ടേമിലിട്ട മീൻ അതൊന്ന് പെട്ടെന്ന് മറിച്ചിടാം. ഇവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇല്ലേ അടിച്ചുപിടിക്കട്ടെ. മമ്മിയുടെ അടുത്ത് നിന്ന് എപ്പോഴും വഴക്ക് വെക്കും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് ഭയങ്കര ധൃതിയാണ്, ആ മീനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതൊന്ന് ഒരു പാത്രത്തിനകത്ത് മാറ്റുകയാണ്. ഇപ്പൊ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. നമുക്കിതിങ്ങനെ മാറ്റാം. അടുത്ത സെറ്റ് മീൻ ഇതിനകത്ത് നമുക്ക് പള്ളത്തി മാത്രമേ ഉള്ളൂ. പിന്നെ 1-2 മീനിന്റെ മുട്ടയില്ലേ, അത് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ലാസ്റ്റ് ബാച്ച് മീൻ കഴിഞ്ഞപ്പോൾ ഒരു പള്ളത്തിയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. നമുക്ക് ഭക്ഷണം കിട്ടും. വിശന്നൊക്കെയായി മണമൊക്കെ കേട്ടിട്ട് മീൻ വറുത്തതും മീൻ കറിയും എല്ലാം കേട്ടിട്ട് വിശന്നൊക്കെ വരിക. നിങ്ങൾ കഴിച്ചോ ഭക്ഷണം? ഞാൻ എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോട്ടെ. സോ ഗൈസ്, ഞാൻ ഊണ് കഴിക്കാൻ പോവാണ്. ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി എടുക്കാം. മീൻകറി നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു 2-3 പീസ് എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് മീൻ വറുത്തതും കൂടെ എടുക്കാം. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മുടെ ഇതാണ് പള്ളത്തി. പള്ളത്തി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഞാനിത് കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ തോരൻ, അതും എനിക്കിഷ്ടമാണ്. അതും കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ഊണ്. നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചു ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ ഉച്ചയൂണ് ആ ഒരു വീഡിയോക്ക് ഒത്തിരി ആൾക്കാർ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റില് ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നാണ് വിചാരിക്കണേ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവും ചാനൽ എന്തായാലും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 7:30 ലൈവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈവിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ബൈ ഗൈസ്, see you in another video.